കർഷകനു വേണ്ടി നടക്കുന്ന സമരങ്ങളെ അവഗണിക്കുന്ന മാധ്യമങ്ങളെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയും അടിച്ചുണർത്തി വിഷയം സമൂഹത്തിലെ സജീവ ചർച്ചാ വിഷയമാക്കുവാൻ ഒറ്റ പ്രസ്താവനയിലൂടെ ജോസഫ് പാംബ്ലാനി പിതാവിനായത് ചില്ലറ കാര്യമല്ല. റബ്ബറിന് കിലോഗ്രാമിന് 300 രൂപ വില നൽകിയാൽ BJPക്ക് വോട്ട് ചെയ്യാം എന്ന പിതാവിന്റെ അടികൊണ്ട് എല്ലാവരും ഉണർന്നെങ്കിൽ അത് ചെറിയ കാര്യമാണോ? ജനങ്ങൾ തങ്ങളോട് വോട്ട് ചോദിച്ചു വരുന്നവരോട് ഞങ്ങൾ വോട്ട് തരണമെങ്കിൽ റോഡും പാലവും ഒക്കെ വേണമെന്ന് പറയുന്നത് പോലെ ഒരാവശ്യം പിതാവ് ഉന്നയിച്ചപ്പോൾ എന്തേ അതിൽ ഇത്ര വലിയ അപാകത വായിച്ചെടുക്കുന്നു? പിതാവിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരെ പരാതി പോയെങ്കിൽ പിതാവിന്റെ വാക്കുകൾ കേട്ട് ആരെല്ലാമോ വല്ലാതെ ഭയന്നിരിക്കുന്നു എന്ന് സത്യം. മുഖ്യമന്ത്രി പോലും അർത്ഥഗർഭമായ ഭീതി പ്രകടിപ്പിച്ചില്ലേ? കേരളത്തിലെ കത്തോലിക്കരുടെ കാര്യം പറയാൻ പാംബ്ലാനി ആരെന്ന് ചോദിക്കുന്നവരും പാംബ്ലാനി പറയുന്നത് പോലെയാണോ ക്രൈസ്തവർ വോട്ട് ചെയ്യുവാൻ പോവുക എന്ന് ചോദിക്കുന്നവരും ഒന്നുപോലെ ഭയന്നിരിക്കുന്നു. അവരുടെ ചോദ്യം ആത്മാർത്ഥമാണെങ്കിൽ പിന്നെന്തിന് അവർ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഇത്ര ആശങ്കപ്പെടുന്നു? പിതാവിന്റെ പ്രസ്താവനയെ ഭയപ്പെടുന്നവർ പോലും അദ്ദേഹം ഉന്നയിച്ച പ്രധാന വിഷയത്തെ സ്പർശിക്കുന്നില്ല എന്നതാണ് സങ്കടകരം. റബ്ബറിന് കിലോഗ്രാമിന് 300 രൂപ വെച്ച് ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് അതിനുള്ള സംവിധാനം ഉണ്ടാക്കുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കാത്തതെന്ത്? ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് KM മാണി കാണിച്ച മാതൃകയില്ലേ? റബ്ബറിന് വല്ലാതെ വില കുറഞ്ഞപ്പോൾ അദ്ദേഹം കർഷകർക്കായി ഇടപെട്ടു. ബജറ്റിൽ റബ്ബറിന് സംവരണ വില നിശ്ചയിച്ചു. നടക്കില്ലെന്ന് പറഞ്ഞവരാണ് ഏറെ. ബജറ്റ് അവലോകന വേളയിൽ വിചാരണക്കാരെല്ലാം പരിഹസിച്ചു. മിക്കവാറും മാധ്യമങ്ങളും പദ്ധതിയെ പരിഹസിച്ചു. അത് കേട്ട് റബ്ബർ വിറ്റപ്പോൾ ബില്ല് മേടിക്കാൻ പല കർഷകരും മെനക്കെട്ടില്ല. മാണി പക്ഷേ ഉറച്ചുനിന്നു. കർഷകന് കച്ചവടക്കാരനിൽ നിന്ന് കിട്ടിയ വിലയുടെ ബാക്കി സർക്കാർ കൊടുക്കുവാൻ തുടങ്ങി. അതോടെ എല്ലാ കർഷകരും ഇളകി. കർഷകർ കച്ചവടക്കാരിൽ നിന്നും ബില്ല് വാങ്ങി, സർക്കാരിൽ നിന്നും ബാക്കി പണം വാങ്ങി. സർക്കാരിന്റെ വരുമാനവും കൂടി. കർഷകരെല്ലാം പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ 250 രൂപ സംവരണ വില ഏർപ്പെടുത്താം എന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഒന്നും നടക്കുന്നില്ല. വില കുത്തനെ താഴോട്ട് പോകുന്നു. ഒരു പൂവ് വിടരുന്നത് പോലെ മാണി നടപ്പാക്കിയ പദ്ധതി എന്തേ നിർത്തിക്കളഞ്ഞു? അദ്ദേഹത്തിന്റെ മകന്റെ പാർട്ടി കൂടി പങ്കാളിത്തം വഹിക്കുന്ന ഇപ്പോഴത്തെ സർക്കാരിന് എന്തേ ഇത്ര നിസ്സംഗത? ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ 300 രൂപ വെച്ച് തരാം എന്ന് പറയാൻ എന്തേ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും സാധിക്കുന്നില്ല? അതിനുള്ള ആത്മാർത്ഥതയോ ധൈര്യമോ ഭാവനയോ ഇല്ല. കർഷകനെ ജാതിയും മതവും പറഞ്ഞ് കളിപ്പിക്കണം. അതാണ് കോൺഗ്രസിന്റെയും ഇടതുമുന്നണിയുടെയും ലക്ഷ്യം. വോട്ട് വേണം, ജനങ്ങൾ ഒന്നും ചോദിക്കരുത്. റബ്ബറിന്റെ വില ഇങ്ങനെ ഇടിഞ്ഞതിന് കാരണം കോൺഗ്രസ് ഭരണകാലത്തെ ചിദംബരത്തിന്റെ നയങ്ങളല്ലേ? അദ്ദേഹം കച്ചവടക്കാർക്കു വേണ്ടി കർഷകനെ ഒറ്റിക്കൊടുത്തു. അന്ന് ജനാധിപത്യ മുന്നണിയുടെ MP ആയിരുന്ന ജോസ് കെ മാണി ഇത് സംബന്ധിച്ച് ചിദംബരത്തെ കണ്ട് നിവേദനം കൊടുത്തതും അദ്ദേഹം വല്ലാതെ സംസാരിച്ചതും സത്യമല്ലേ? പാംബ്ലാനി പിതാവിന്റെ പ്രസ്താവന ഉണ്ടാക്കിയ കോലാഹലം കൊണ്ട് എന്തുകൊണ്ടാണ് ക്രൈസ്തവർക്ക് BJPയുമായി കൂട്ടുകൂടാനാവാതെ വരുന്നത് എന്നത് സംബന്ധിച്ച് സമൂഹത്തിലുള്ള ആശങ്കകളെല്ലാം സമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കപ്പെട്ടു. ക്രൈസ്തവർ BJPയിൽ പോകുന്നത് തടയാൻ വേണ്ടിയാണെങ്കിലും ഇത്രയും കാലം ഇവർക്കാർക്കും ഒരു താല്പര്യവും ഇല്ലാത്ത വിഷയമല്ലായിരുന്നു ഈ വിഷയങ്ങൾ. വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവരും അവരുടെ ദൈവാലയങ്ങളും സ്ഥാപനങ്ങളും മിഷണറിമാരും ആക്രമിക്കപ്പെടുന്നത്, മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം നടക്കാത്തത്, മതപരിവർത്തന നിരോധന നിയമം തുടങ്ങിയ തടസ്സങ്ങളെല്ലാം സമൂഹത്തിൽ ചർച്ചാ വിഷയമായി. ഭാരതത്തിലാകെ ഹിന്ദു തീവ്രവാദികൾ ക്രൈസ്തവരെ ആക്രമിക്കുന്നു. ഇതിന് അറുതി വരുത്തണം എന്ന് RSSനോട് ശക്തമായി ആവശ്യപ്പെടാൻ പോലും അവരുമായി നല്ല ബന്ധം ഉണ്ടാകുന്നതല്ലേ നല്ലത്? BJPക്ക് വോട്ട് ചെയ്യാമെന്ന് പറയുന്നതിന്റെ അർത്ഥം അവർ പറയുന്ന കല്ലിലെല്ലാം തേങ്ങ എറിയുമെന്ന് അല്ലെന്ന് പാംബ്ലാനി പിതാവ് കൂട്ടിച്ചേർത്തതും ചേർത്ത് വായിക്കണം. RSSന്റെ നിലപാടിനെ കുറിച്ച് പാംബ്ലാനി പിതാവിനും ക്രൈസ്തവർക്കും വല്ല വിവരവും ഉണ്ടോ എന്നൊക്കെ ബിനോയ് വിശ്വത്തെ പോലുള്ള സഖാക്കൾ ചോദിച്ചു. അതുതന്നെ ഇക്കാര്യത്തിൽ അവർക്കുള്ള അറിവിന്റെ നിലവാരം വ്യക്തമാക്കുന്നതാണ്. സ്വന്തം പാർട്ടി നേതാവിനെ RSSകാർക്ക് വേണ്ടി ഒറ്റിക്കൊടുത്തത് സഖാക്കളല്ലേ വിശ്വം സഖാവേ? സമകാലീന ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്രൈസ്തവ പീഡനം നടത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന സത്യം വിശ്വം മറക്കുന്നു, അല്ലെങ്കിൽ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു. റഷ്യയിലും അവരുണ്ടാക്കിയ സോവിയറ്റ് യൂണിയൻ എന്ന കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്തിലും ചൈനയിൽ, ക്യൂബയിൽ, വിയറ്റ്നാമിൽ ഏത് കമ്മ്യൂണിസ്റ്റ് രാജ്യത്താണ് സഭ ആക്രമിക്കപ്പെടാത്തത്?
ആയിരക്കണക്കിന് വൈദികരും മെത്രാന്മാരും വിശ്വാസികളുമല്ലേ ഇവിടെ കൊല ചെയ്യപ്പെട്ടത്? എത്ര പള്ളികളാണ് നശിപ്പിക്കപ്പെട്ടത്? ഇതൊന്നും ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്നില്ലെങ്കിൽ അതിനു കാരണം ഇന്ത്യൻ ഭരണഘടന ഉള്ളതുകൊണ്ടല്ലേ? കേരളം പോലെ അവർക്ക് അധികാരം കിട്ടിയിടത്തെല്ലാം സഭയെ സാധിക്കുന്ന വിധത്തിലെല്ലാം ആക്രമിച്ചില്ലേ? 1959 പൂർത്തിയായ വിമോചന സമരത്തിലേക്ക് നയിച്ച ഘടകങ്ങളിൽ ഒന്ന് സഭയ്ക്കു നേരെ നടത്തിയ ആക്രമണമല്ലേ? VS സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന മതമില്ലാത്ത ജീവൻ എന്ന പാഠ്യക്രമവും സ്വാശ്രയ നിയമവും എല്ലാം ഇന്ത്യൻ കോടതി റദ്ദാക്കിയതുകൊണ്ടല്ലേ സഭയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാവുന്നത്? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭാരതം ഭരിക്കുവാൻ ഇടകിട്ടിയാൽ അവർ ഇന്ന് പറയുന്ന മതേതരത്വം അവർക്ക് ഉണ്ടാകും എന്ന് കരുതാനാവുമോ? പിണറായി വിജയനെ പോലെ ഒരു നേതാവ് മതിയല്ലോ എല്ലാം നടപ്പാക്കാൻ. തികച്ചും സ്വാത്വികനായ ഒരു മെത്രാനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവല്ലേ? കമ്മ്യൂണിസ്റ്റുകാർ ഭാരതത്തിൽ അധികാരത്തിൽ വന്നാൽ ഇവിടെ ദൈവവിശ്വാസികൾ സുരക്ഷിതരാകുമോ? കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരരല്ലേ? ഭാരതത്തിൽ അതിന് പറ്റാത്തത് ഇന്ത്യൻ ഭരണഘടന ഉള്ളതുകൊണ്ടല്ലേ? ഏതു കാര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് BJPയെ കുറ്റപ്പെടുത്താനാവുക? ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ സർക്കാർ കൈക്കൊള്ളുന്ന നടപടികൾ തന്നെ ഉദാഹരണമല്ലേ? കമ്മ്യൂണിസ്റ്റുകാർ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ നിയമസഭ തല്ലി തകർക്കും, മേശകളും കസേരകളും വലിച്ചെറിയും. ഭരണപക്ഷത്തായാൽ പ്രതിപക്ഷത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. സർക്കാരിനെതിരെ പറയുന്നവരെ കലാപശ്രമത്തിന് പ്രതികളാക്കി കേസെടുക്കും. PC ജോർജിനെയും K സുധാകരനെയും എല്ലാം പ്രതികളാക്കിയില്ലേ? ജനകീയ സമരങ്ങളെ തല്ലി തകർക്കും. ജനങ്ങൾക്കു വേണ്ടി സമരം ചെയ്യുന്ന ബിഷപ്പുമാരെ പോലും ജാമ്യമില്ലാത്ത കേസിൽ പ്രതികളാക്കും. അവർ സമരം ചെയ്യുന്ന ദിവസം ക്യാൻസർ ചികിത്സയ്ക്ക് വന്നവരെ പോലും ബസ്സിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിക്കും. അന്ന് ക്ഷേത്ര ദർശനത്തിന് സ്വന്തം ഓട്ടോയിൽ പോകുന്നവനെ പോലും തല്ലി പരുവമാക്കും. നേതാവെ, അങ്ങയോട് ഇങ്ങനെ ചെയ്താൽ അങ്ങയുടെ പ്രതികരണം എന്താവും എന്ന് ചോദിച്ചാൽ കലാപശ്രമത്തിന് കേസെടുക്കും. അധ്യാപകരെ മരുന്നു കഴിക്കാൻ പോലും അനുവദിക്കാതെ കുട്ടി സഖാക്കൾ അവരെ മുറിയിൽ പൂട്ടിയിടും. ഇങ്ങനെ ചെയ്യുന്നവർക്ക് BJPയെ കുറ്റം പറയാൻ എന്ത് അവകാശം? ഇനി കോൺഗ്രസ് വന്നാലോ? ഇന്ന് ഭാരതത്തിൽ ഏറ്റവും അധികം പീഡനം നടക്കുന്ന സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡ് അല്ലേ? ആരും അനങ്ങുന്നില്ലല്ലോ. ഗ്രഹാം സ്റ്റാൻസിനെ ചുട്ടുകൊന്നപ്പോൾ ഭാരതം ഭരിച്ചത് കോൺഗ്രസ്. കാണ്ടമാൽ കലാപം നടന്നപ്പോഴും ഭാരതം ഭരിച്ചത് കോൺഗ്രസ്. ഗാന്ധിജിയും നെഹ്റുവിന്റെയും കോൺഗ്രസ് ഒന്നുമല്ലല്ലോ ഇന്നത്തെ കോൺഗ്രസ്. കേരളത്തിലെ ഇരുമുന്നണികളും മുസ്ലിം തീവ്രവാദികളെ ഭയപ്പെടുന്നതും അവർക്കെതിരെ കർശന നടപടി എടുക്കാത്തതും ക്രൈസ്തവരിലും മുസ്ലിം സമൂഹത്തിലെ സമാധാനകാംക്ഷികളിലും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ലേ? മുസ്ലിം തീവ്രവാദികൾ ശക്തരാകുന്നതിന് ക്രൈസ്തവരും ഹൈന്ദവരും മാത്രമല്ല അവരുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും ഇഷ്ടപ്പെടുന്നില്ല. താലിബാൻ മോഡൽ ഭരണം വരുന്നത് അവർക്കും ദോഷമല്ലേ? പെൺകുട്ടികൾക്ക് പഠിക്കാനാവുമോ? മുസ്ലിം തീവ്ര വ്യക്തി നിയമത്തിനെതിരെ മുസ്ലിം സമൂഹത്തിൽ വളരുന്ന അമർഷത്തിന്റെ അടയാളമല്ലേ മഹാത്മാഗാന്ധി സർവകലാശാലയെ മുൻ പ്രോ വൈസ് ചാൻസലർ ഷിനയും ഡോക്ടർ ഷുക്കൂറും പരസ്പരം നടത്തിയ രണ്ടാം വിവാഹം? അവരെ തീവ്രവാദികൾ ഇപ്പോഴും ഭീഷണിപ്പെടുത്തുകയല്ലേ? എന്തുകൊണ്ട് കേരളം മുസ്ലിം തീവ്രവാദികളുടെ വിഹാരരംഗമായി? ദേശീയ സുരക്ഷാ ഏജൻസി വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഭീകര സത്യങ്ങൾ കേരള പോലീസ് അറിയുന്നില്ല. കോൺഗ്രസ് മുന്നണി വന്നാലും ഇടതുമുന്നണി വന്നാലും തീവ്രവാദികളെ സംരക്ഷിക്കുന്നു. മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ജനാധിപത്യ മുന്നണിയെ തള്ളി ഇടതുമുന്നണിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന മതേതര വിശ്വാസികളുടെ പ്രത്യാശ ഇന്നുണ്ടോ? ആലപ്പുഴയിലും മറ്റും നടത്തിയ കൊലവിളികൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? മലരും കുന്തിരിക്കവും കരുതിക്കോളാൻ മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ എന്ത് നടപടി ഉണ്ടായി? ഇത്തരം തീവ്രവാദികൾക്കെതിരെ പ്രതിപക്ഷം എന്തു ചെയ്തു? 2047 ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കുവാൻ, മറ്റു സമുദായ നേതാക്കളെ നിഗ്രഹിക്കുവാൻ, സമൂഹത്തിൽ ഭീതി വിതയ്ക്കുവാൻ ബോധപൂർവമായി നടത്തുന്ന ശ്രമങ്ങളും നടപടികളും കണ്ടെത്താൻ എന്തേ NIAക്ക് വരേണ്ടി വരുന്നു? ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും നടത്തുന്നവർ ഓരോന്നായി മറനീക്കി പുറത്തു വരുമ്പോഴും അങ്ങനെ ഒരു പ്രവണത ഉണ്ടെന്ന് ആശങ്ക പറയുന്നവരെയല്ലേ കുറ്റപ്പെടുത്തുന്നത്? ഇക്കാര്യത്തിൽ ഇടതും വലതും ഒരു ലൈനല്ലേ? കാഞ്ഞിരപ്പള്ളിയിൽ ജസ്ന കാണാതായിട്ട് കൊല്ലം 3 കഴിഞ്ഞില്ലേ? ജസ്നയെക്കുറിച്ച് വിവരം കിട്ടിയെന്ന് പറഞ്ഞ DGP ഒതുക്കപ്പെട്ടില്ലേ? നാർക്കോട്ടിക് കച്ചവടം നടത്തുന്ന പലരും സഖാക്കളുടെ കുപ്പായം അണിഞ്ഞല്ലേ സംരക്ഷണം നേടുന്നത്? പാലാ മെത്രാന്റെ അരമനയിലേക്ക് കൊലവിളിയുമായി പട്ടാപ്പകൽ നടത്തിയ പ്രകടനമൊക്കെ ക്രൈസ്തവരുടെ മനസ്സിൽ നിന്നും പോയെന്നാണോ മതേതരക്കാർ കരുതുന്നത്?
കോൺഗ്രസിൽ നിന്നതുകൊണ്ടും ഇടതുമുന്നണിയിൽ നിന്നതുകൊണ്ടും വ്യക്തിപരമായ നേട്ടങ്ങൾ ഉള്ള ക്രൈസ്തവർ അവിടെ തന്നെ വലതും നുണഞ്ഞ് കഴിഞ്ഞേക്കും. മറ്റുള്ളവർ സമുദായം പറഞ്ഞ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ സ്വന്തം സമുദായത്തിന്റെ കാര്യം പറയുന്നത് മാത്രം വർഗീയതയായി കരുതുന്ന മതേതര നേതാക്കൾ അവിടെ തന്നെ നിന്നേക്കാം. പക്ഷേ എല്ലാവരും അക്കൂട്ടത്തിൽ വരില്ല. പുതിയ നേതാക്കൾ വരും. ക്രൈസ്തവർ മാറി ചിന്തിക്കുന്നുണ്ട്. അക്കൂട്ടരുടെ സംഖ്യ കൂടും. BJP ദേശീയ തലത്തിൽ ചില തിരുത്തലുകൾക്ക് കൂടി തയ്യാറായാൽ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അതിന്റെ സൂചനയും പാമ്പ്ളാനി പിതാവിന്റെ വാക്കുകളിൽ വായിച്ചെടുക്കാം. കേരള നിയമസഭയുടെ കഴിഞ്ഞ സമ്മേളനം സഭാ TVയിലൂടെ കണ്ടവർക്കൊന്നും സഭയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞവ കണ്ണടച്ച് വിശ്വസിക്കുവാൻ ആകുന്നില്ല. അദ്ദേഹം പറഞ്ഞതൊന്നും സഭയിൽ നടന്നതായി ആരും കണ്ടില്ല. സഭാ TV കാണിച്ചില്ല. ഇപ്പോൾ പറയുന്നു അസഭ്യമായി പെരുമാറിയെന്ന്. അത് പറയുന്നത് ആരെന്ന് ഓർക്കണം. നിയമസഭ തല്ലി തകർത്ത അവർക്ക് അസഭ്യമെന്ന് തോന്നത്തക്ക വിധം നടന്ന സംഭവങ്ങൾ എത്ര ഭീകരമായിരുന്നിരിക്കണം. വനിതാ വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം ചെയ്തെന്ന് ആരോപണം വന്നത് ഇടതുപക്ഷ MLA കരഞ്ഞ സംഭവം മറക്കാത്തവരും ജീവിക്കുന്നുണ്ട്. സഭാ TV പ്രതിപക്ഷം പറയുന്നത് പോലെ സഭയിൽ നടക്കുന്നത് ജനങ്ങളെ കാണിക്കട്ടെ. സത്യം ജനം കാണട്ടെ മുഖ്യമന്ത്രി. ഇല്ലെങ്കിൽ സർക്കാർ പറയുന്നത് പാർട്ടിക്കാരല്ലാതെ ആര് വിശ്വസിക്കും? കയ്യിൽ ബാൻഡേജുമായി നടക്കുന്ന KK രമയ്ക്കെതിരെ സഖാക്കൾ നടത്തുന്ന പ്രചാരങ്ങൾ പോരെ സർക്കാരിന്റെ നിലപാടുകളുടെ വിശ്വാസ്യത തെളിയാൻ. EDയുടെ അന്വേഷണം ഫാരിസ് അബൂബക്കറിലെത്തുമ്പോൾ എലിയെ തട്ടിക്കളിക്കുന്ന പൂച്ചയെ പോലെ കേന്ദ്രം പിണറായിയെ തട്ടിക്കളിക്കുകയല്ലേ? ED പരിശോധിച്ചാൽ ഫാരിസിന് എന്ത് നഷ്ടം? മുഖ്യമന്ത്രിക്ക് അങ്ങനെയല്ലല്ലോ. മുഖ്യമന്ത്രിയും ഫാരിസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആർക്കാണ് അറിയാത്തത്? അതിന്റെ ആഴത്തിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നില്ലേ പാർട്ടി ചാനലിൽ വന്ന അദ്ദേഹത്തിന്റെ അഭിമുഖവും അതിൽ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ ഫാരിസ് പറഞ്ഞത് സംപ്രേഷണം ചെയ്തതും? ഫാരിസിന്റെ അഭിമുഖത്തിന് മറുപടി പറയാൻ VSന് അവസരം കൊടുത്തതും ഇല്ല എന്നതും കൂട്ടി വായിക്കണം. വീണ വിജയന്റെ ഭർത്താവ് മന്ത്രി റിയാസിന്റെ അമ്മയുടെ സഹോദരനാണ് ഫാരിസ് എന്നാണ് ഭാഷ്യം. ഫാരിസിന്റെ മരുമകന് കൊടുക്കാനാണ് തന്റെ കോഴിക്കോട് സീറ്റ് തട്ടിയെടുത്തത് എന്ന് അക്കാലത്ത് MP വീരേന്ദ്രകുമാർ പറഞ്ഞിരുന്നു. CPM നടത്തിയ നായനാർ ഫുട്ബോളിന് ഫാരിസ് കൊടുത്ത സഹായം എത്ര ലക്ഷമായിരുന്നു? ഫാരിസിന്റെ ബിനാമികൾ എന്ന സംശയത്തിൽ ED പരിശോധിക്കുന്നവരിൽ കോൺഗ്രസ് നേതാക്കളും ഉണ്ട്. ആരും പ്രതീക്ഷിക്കാത്തവരാണ് വലയിൽ കുടുങ്ങുന്നതായി കാണുന്നത്. കേന്ദ്രം പിണറായിയെ പേടിപ്പിച്ചു നിർത്തുകയാണ് പതിവ്. അതാണ് കേരളത്തിലെ BJPയുടെ ഏറ്റവും വലിയ നാണക്കേടും. ഇക്കുറിയും അതുതന്നെയാവും സംഭവിക്കുക. ഫാരിസിന്റെ എല്ലാ ബിനാമികളും കുടുക്കിലാകും എന്ന് കരുതുമോ ആവോ? സ്വന്തം വിശ്വാസത്തിന് വേണ്ടി പീഡനം അനുഭവിക്കുന്നതും ജീവൻ അർപ്പിക്കുന്നതുമാണ് രക്തസാക്ഷിത്വമെങ്കിൽ 2023 മാർച്ച് 18 92 വയസ്സിൽ കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവത്തിൽ നമുക്കൊപ്പം ജീവിച്ച ഒരു രക്തസാക്ഷിയാണ്. പിതാവ് ആദ്യം മെത്രാനായിരുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദികനായി ജോസ് വരിക്കമാക്കൽ അച്ഛൻ വിവരിച്ച ഒരു സംഭവം ഓർക്കുന്നു. ചങ്ങനാശ്ശേരിക്ക് മെത്രാപോലിത്തയായി മാറുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിലെ വൈദികർ പവത്തിൽ പിതാവിന് ഒരു യാത്രയയപ്പ് കൊടുത്തു. അവിടെ പ്രസംഗിക്കുമ്പോൾ പിതാവ് പറഞ്ഞു, കുട്ടിക്കാലത്ത് ഒരു രക്തസാക്ഷിയാവണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ഓരോ പുതിയ നിയോഗവും അതിനാവും എന്നാണ് ഞാൻ കരുതുന്നത്. പിതാവ് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ അറിയുന്നവർ വേദനയോടെ ഓർക്കുന്നു. അദ്ദേഹം ഒരു രക്തസാക്ഷിയായിരുന്നല്ലോ. പിതാവ് അന്ന് അവരോട് പറഞ്ഞു, ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ കുഴിമാടത്തിൽ എന്തെങ്കിലും കുറിച്ചു വെക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഇങ്ങനെയാവണം എന്നാണ് എന്റെ ആഗ്രഹം. ഈ മനുഷ്യൻ തന്റെ സഹവൈദികരെ അവസാനം വരെ സ്നേഹിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന TM ജേക്കബ് ഒരിക്കൽ പൗത്തിൽ പിതാവിനെ കാണാൻ പോയി. തന്റെ സങ്കടങ്ങൾ പിതാവുമായി പങ്കുവെക്കാനായിരുന്നു യാത്ര. അദ്ദേഹം വളരെ പഠിച്ച് ഏറെ ദീർഘവീക്ഷണത്തോടെ കൊണ്ടുവന്ന പ്രീ ഡിഗ്രി ബോർഡ് എന്ന വിദ്യാഭ്യാസ പരിഷ്കരണ പരിപാടിയെ രാഷ്ട്രീയമായി പ്രതിപക്ഷവും വ്യക്തിപരമായ വിരോധം കൊണ്ട് സ്വന്തം പാർട്ടിക്കാരടക്കമുള്ള ഭരണമുന്നണിക്കാരും അത്തരം പല കാരണങ്ങൾ കൊണ്ട് വലതുപക്ഷ പത്രങ്ങൾ പോലും എതിർക്കുന്ന കാലം. അദ്ദേഹം പദ്ധതിയെക്കുറിച്ച് പിതാവുമായി ദീർഘനേരം സംസാരിച്ചു. എല്ലാം കേട്ട ശേഷം പിതാവ് പറഞ്ഞു, നാം പഠിച്ച് നല്ല ഉദ്ദേശത്തോടെയും ബോധ്യത്തോടെയും നടപ്പാക്കുന്ന കാര്യങ്ങൾ എത്ര എതിർപ്പുണ്ടായാലും ഉപേക്ഷിക്കരുത്. നമ്മുടെ ശരി കാലം തെളിയിക്കും. തന്റെ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും സമീപനങ്ങളെയും വല്ലാതെ സ്വാധീനിച്ച വലിയ സാന്ത്വനമായിരുന്നു തനിക്ക് ആ വാക്കുകളെന്ന് പിന്നീട് പലവട്ടം ജേക്കബ് പറഞ്ഞിട്ടുണ്ട്.
അന്ന് ജേക്കബിനെ എതിർത്ത ഇടതുപക്ഷം അധികാരം കിട്ടിയപ്പോൾ ആദ്യം നടപ്പാക്കിയ പദ്ധതികളിൽ ഒന്നായിരുന്നു +2. ജേക്കബിന് പറഞ്ഞു കൊടുത്തതായിരുന്നു എന്നും പൗവത്തിൽ പിതാവിന്റെ ജീവിത വീക്ഷണം. പഠിച്ച് കൈക്കൊള്ളുന്ന നിലപാടുകളിൽ പൊതുജനം ഒപ്പമുണ്ടോ എന്ന് നോക്കാതെ ഉറച്ചു നിൽക്കുക. അതിനുവേണ്ടി സഹിക്കേണ്ടി വരുന്ന യാതനകൾ അദ്ദേഹം കണക്കിലെടുത്തില്ല. എനിക്ക് ജീവിക്കുക എന്നാൽ സഭയാണ് എന്ന അദ്ദേഹത്തിന്റെ ജീവിത പ്രമാണം വെറും ഭംഗിവാക്കായിരുന്നില്ല, ഹൃദയരക്തം കൊണ്ട് ചാലിച്ചെഴുതിയ ചോരക്കഥയായിരുന്നു. ഈ നിലപാടുകൾ മൂലം അദ്ദേഹത്തിന് ചിന്തേണ്ടി വന്ന രക്തത്തുള്ളികൾ ചില്ലറയല്ല. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പദവികളും ചെറുതല്ല. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം അടക്കമുള്ള പദവികൾ കപ്പിനും ചുണ്ടിനും ഇടയിലൂടെ നഷ്ടപ്പെടുത്തപ്പെട്ടു. അതിലൂടെ കർദിനാൾ പദവിയും കിട്ടാതെ വന്നു. ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിച്ച 1.5 ശതാബ്ദം പിന്നിടുമ്പോഴും ഒരിക്കൽ ഏതാണ്ട് ഒറ്റയാനെ പോലെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സഭ ആകെ ഏറ്റെടുക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലെ തീവ്രവാദികൾ ഏറ്റവും അധികം മുറിപ്പെടുത്തി രസിച്ചിരുന്നത് ഈ പുണ്യപിതാവിനെയാണ്. അദ്ദേഹത്തിന്റെ മരണം പോലും അപമാനിക്കപ്പെട്ടു. അവരാണ് അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കുന്നത് സീറോ മലബാർ സഭയ്ക്കു വേണ്ടി. താൻ സീറോ മലബാർ സഭാംഗവും വൈദികനും മെത്രാനും ഒക്കെ ആയത് ദൈവത്തിന്റെ തീരുമാനമാണെന്നും ആ വിളിക്കനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയുമാണ് തന്റെ ദൗത്യമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് അദ്ദേഹം സഭയെക്കുറിച്ച് പഠിച്ചതും പറഞ്ഞതും ഒന്നും സംവാദത്തിൽ ജയിക്കാനായിരുന്നില്ല. ദൈവം ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുകയായിരുന്നു. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമവും തനിമയും പുനരുദ്ധരിക്കണമെന്നും കാത്തുസൂക്ഷിക്കപ്പെടണമെന്നും ഉള്ളത് പൗവത്തിൽ പിതാവിന്റെ സ്വകാര്യ ആവശ്യമായിരുന്നില്ല, ആഗോള സഭയുടെ മാർപ്പാപ്പമാരുടെ കൽപ്പനയായിരുന്നു. 12ാം പിയൂസ് മാർപ്പാപ്പ മുതലുള്ളവർ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടാണ് എടുത്തത്. അതെല്ലാം വായിച്ചു പഠിച്ചാണ് പൗവത്തിൽ പിതാവിന് വ്യത്യസ്തനാക്കിയത്. അദ്ദേഹം പഠിച്ചത് ഡോക്ടറേറ്റ് നേടാനായിരുന്നില്ല, പിന്നെയോ സഭയെക്കുറിച്ച് അറിയാനായിരുന്നു. അതുകൊണ്ട് ഡോക്ടറേറ്റ് നേടാൻ വേണ്ടി പഠിച്ച പലതും നിശബ്ദമായിരുന്നപ്പോഴും പല വിഷയങ്ങളിലും അദ്ദേഹം ശക്തമായി ഇടപെട്ടു. സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയുള്ള പൗവത്തിൽ പിതാവിന്റെ വാദങ്ങൾ ഏറ്റവും ശക്തമായി പ്രകടമാക്കപ്പെട്ടു തുടങ്ങിയത് 1969 മെയ്യിൽ ബാംഗ്ലൂരിൽ നടന്ന ചർച്ച് ഇൻ ഇന്ത്യ സെമിനാർ മുതലാണ്. അന്ന് അദ്ദേഹം പൗവത്തിൽ അച്ഛനാണ്, ഒരു സാധാ വൈദികൻ. ബാംഗ്ലൂർ സെമിനാറിന്റെ പ്രധാന നടത്തിപ്പുകാരൻ ആഗോള പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ഡോക്ടർ അമലോർഭവ ദാസച്ചനായിരുന്നു. ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പായിരുന്ന സൈമൺ ലൂർദ് സ്വാമിയുടെ സഹോദരൻ. 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ വെളിച്ചത്തിൽ ഇന്ത്യൻ റീത്ത് ഉണ്ടാക്കുവാനുള്ള നീക്കങ്ങളിലായിരുന്നു അദ്ദേഹം. കൗൺസിലിന്റെ വെളിച്ചം അതല്ലെന്ന് പൗവത്തിൽ അച്ഛൻ വാദിച്ചു. പൗരസ്ത്യ സഭകൾ എന്ന പ്രമാണം ആവശ്യപ്പെടുന്നത് പൗരസ്ത്യ സഭകൾ അവയുടെ ഉറവിടങ്ങളിലേക്ക് മടങ്ങണം എന്നാണെന്ന് പൗവത്തിൽ അച്ഛൻ വാദിച്ചു. അമലോർഭവദാസും കൂട്ടാളികളും പകച്ചു. ഇത്തരം ഒരു എതിർ ശബ്ദം അവർ പ്രതീക്ഷിച്ചതല്ല. 2ാം വത്തിക്കാൻ കൗൺസിൽ നടക്കുന്ന കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന കോൺലിയം എന്ന പ്രസിദ്ധീകരണം കാശുമുടക്കി വരുത്തി വായിച്ചു പഠിച്ചുള്ള പൗവത്തിൽ അച്ഛനെ നേരിടാൻ അമലോർഭവദാസിനായില്ല. അതുകൊണ്ട് ഏകറീത്വവാദം നടക്കില്ലെന്ന പൗവത്തിൽ അച്ഛന്റെ നിലപാട് ചർച്ച് ഇൻ ഇന്ത്യ സമ്മേളനത്തെ ഏറെ സജീവമാക്കി. സീറോ മലബാർ സഭയിലെ ജോസഫ് പാറേക്കാട്ടിൽ തിരുമേനിയെ പോലുള്ളവർ പോലും ഇന്ത്യൻ റീത്ത് വാദത്തെ അംഗീകരിച്ച കാലത്താണ് അത് സഭയുടെയും വത്തിക്കാൻ കൗൺസിലിന്റെയും നിലപാടിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി പൗവത്തിൽ അച്ഛൻ രംഗത്ത് വന്നത്. ദേശീയ സെമിനാറിന് മുന്നോടിയായി സംഘടിപ്പിച്ച കേരള റീജിയൻ സെമിനാറിന്റെ ചങ്ങനാശ്ശേരി അതിരൂപത ഓർഗനൈസിംഗ് സെക്രട്ടറിയായിരുന്നു പൗവത്തിൽ അച്ഛൻ. 1969 നവംബർ 29 മുതൽ ഡിസംബർ 1 വരെ ചങ്ങനാശ്ശേരി SB കോളേജിൽ നടന്ന അതിരൂപത സെമിനാറിന്റെ പ്രമുഖ സംഘാടകനും അദ്ദേഹമായിരുന്നു. ഭാരതത്തിലെ വിവിധ പ്രാദേശിക സഭകളിൽ നടന്ന ചർച്ചകളും തീരുമാനങ്ങളും ഉൾക്കൊള്ളിച്ച തയ്യാറാക്കപ്പെട്ട സംശോധന ഗ്രന്ഥത്തിന്റെ രചയിതാക്കളിൽ ഒരാളായിരുന്നു പിതാവ്. ഈ ദിശയിലുള്ള പഠനങ്ങൾക്കായി 1971 അദ്ദേഹം ഇന്ത്യൻ അക്കാദമി ഓഫ് ഈസ്റ്റേൺ ലിറ്റർജി സ്ഥാപിച്ചു. 1972 ജനുവരി 7 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായി നിയമിതനായ അദ്ദേഹം ഫെബ്രുവരി 13 റോമിൽ വെച്ച് പോൾ 6 പാപ്പയിൽ നിന്നും മെത്രാൻ പട്ടം സ്വീകരിച്ചു. 1972 തമിഴ്നാട്ടിലെ പൂനമല്ലി സെമിനാരിയിൽ നടന്ന CBCI സമ്മേളനത്തിനെത്തിയ പിതാവ് അവിടെ സീറോ മലബാർ കുർബാന അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഇല്ലാതിരുന്നതിൽ അസ്വസ്ഥനായി. ഇക്കാര്യം പിതാവിന്റെ ഓർമ്മക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് CBCI ആസ്ഥാനത്ത് പൗരസ്ത്യ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഉണ്ടായി. സഭയിലെ വൈവിധ്യം ഭാരതത്തിലെ മെത്രാന്മാരുടെ സംഘത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിൽ പിതാവ് വിപ്ലവകരമായ പങ്ക് വഹിച്ചു.
1975 റോമിൽ നടന്ന സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെക്കുറിച്ചുള്ള സിനഡിന് ഒരുക്കമായി 1975 റോമിൽ നടന്ന സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെക്കുറിച്ചുള്ള സിനഡിന് ഒരുക്കമായി 1974 ജനുവരിയിൽ നടന്ന കൽക്കട്ട CBCI സമ്മേളനത്തിൽ റീത്തുകളെക്കുറിച്ച് നടന്ന സംഘർഷഭരിതമായ ചർച്ചയിൽ സജീവ പങ്കാളിത്തം വഹിച്ചു. മോർണിംഗ് സ്റ്റാർ കോളേജിലായിരുന്നു വേദി. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനും ബൈബിൾ പണ്ഡിതനുമായ മൽപ്പാൻ മാത്യു വെള്ളാനിക്കലും ഒപ്പം ഉണ്ടായിരുന്നു. സുവിശേഷവൽക്കരണം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് മൽപ്പാൻ അവതരിപ്പിച്ച പ്രബന്ധത്തിൽ ഭാരതത്തിലാകെ സുവിശേഷ പ്രവർത്തനം നടത്തുവാൻ 3 റീത്തുകൾക്കും അവകാശവും ചുമതലയും ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. വലിയ എതിർപ്പുകളാണ് മൽപ്പാന്റെ നിർദ്ദേശത്തോട് ഉണ്ടായത്. പൗവത്തിൽ പിതാവ് പക്ഷേ ഉറച്ചുനിന്നു. പിതാവിനെ കുറിച്ച് കാട്ടുമെത്രാൻ എന്നുവരെ പരാമർശമുണ്ടായി. ഭാരതത്തിൽ 3 കത്തോലിക്ക സഭകൾ ഉണ്ടെന്ന് അംഗീകരിക്കപ്പെട്ടു. മെത്രാൻ സമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇത് വിശദമായ ചർച്ചയായി. സാവകാശം ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്റർ സ്പിരിച്വൽ സമിതിയെ രൂപീകരിച്ചു. ആ സമിതി നിരവധി കാര്യങ്ങൾ ചർച്ച നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ശുപാർശകൾ സമർപ്പിച്ചു. പക്ഷേ വലിയ തീരുമാനങ്ങൾ ഉണ്ടായില്ല. മലബാർ സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം സംബന്ധിച്ച് 1982 1984 സീറോ മലബാർ സഭാപിതാക്കന്മാർ റോമിന് കൊടുത്ത നിവേദനത്തിന് പിന്നിൽ സജീവ പങ്കാളിയായി. 1985 റോമിൽ നടന്ന അസാധാരണ സിനഡിൽ ഇക്കാര്യം ഉന്നയിച്ചു. മലങ്കര സഭയെക്കുറിച്ച് സിറിൽ മാർ ബെസേലിയൂസ് പിതാവും ലത്തീൻ സഭയെക്കുറിച്ച് പാട്രിക് ഡിസൂസ പിതാവും സിനഡിൽ സംസാരിച്ചു. പരിശുദ്ധ പിതാവ് പക്ഷേ ഒരു പ്രതികരണവും നടത്തിയില്ല. 1986 മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഭാരതത്തിലുള്ള വിവിധ ക്രൈസ്തവ സഭാപിതാക്കന്മാരുമായി സംസാരിച്ചു. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 1 ഡൽഹിയിൽ നടത്തിയ പ്രസംഗത്തിൽ 2ാം വത്തിക്കാൻ കൗൺസിൽ പൗരസ്ത്യ സഭകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കപ്പെടും എന്ന് വ്യക്തമാക്കപ്പെട്ടു. ഇവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കിയ പരിശുദ്ധ പിതാവ് പ്രശ്നത്തിന് ഉടൻ പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനെ തുടർന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ 1987 മെയ് 28 ഇന്ത്യയിലെ എല്ലാ മെത്രാന്മാർക്കുമായി റീത്തുകളുടെ സഹവർത്തിത്വം സംബന്ധിച്ച് കത്തയച്ചത്. ഭാരതത്തിൽ 3 കത്തോലിക്ക സഭകൾ ഉണ്ടെന്നും 3ഉം അവരുടെ വ്യക്തിത്വം സംരക്ഷിക്കണമെന്നും അവർക്ക് ഭാരതത്തിൽ എവിടെയും അജപാലന ശുശ്രൂഷയ്ക്ക് അവകാശമുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കി. 1988 ഏപ്രിൽ 30 ബോംബെ, പൂനെ, നാസിക്, ലത്തീൻ രൂപതകളിലുള്ള സീറോ മലബാർ കത്തോലിക്കർക്കായി ബോംബെയിലെ കല്യാൺ ആസ്ഥാനമായി രൂപത സ്ഥാപിക്കുകയും വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എക്സാർക്കേറ്റുകളെ രൂപതകളാക്കി ഉയർത്തുകയും ചെയ്തു. സീറോ മലബാർ സഭയ്ക്ക് ഭാരതത്തിൽ എവിടെയും പ്രവർത്തിക്കുന്നതിനുള്ള അവസരത്തിന് ഇനി തടയാനാവില്ലെന്ന് ഈ കത്ത് ലഭിച്ചതോടെ മനസ്സിലായെന്ന് ആർച്ച് ബിഷപ്പ് ഹെൻറി ഡിസൂസ പറഞ്ഞു. അഖിലേന്ത്യാ തലത്തിൽ പൗരസ്ത്യ സഭകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. സീറോ മലബാർ സഭയുടെ പ്രവർത്തന മേഖല ഭാരതം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച പിതാക്കന്മാരുമുണ്ട്. 1992 സീറോ മലബാർ സഭ ഒരു സ്വയാധികാര സഭയായി ഉയർത്തപ്പെട്ടു. അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ രൂപതകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. 2017 ശംഷാബാദ് രൂപത സ്ഥാപിക്കപ്പെട്ടതോടെ സീറോ മലബാർ സഭയ്ക്ക് അഖിലേന്ത്യാ തലത്തിൽ അജപാലനാധികാരം ലഭിച്ചു. സഭയുടെ ഈ വളർച്ചയുടെ പിന്നിൽ ഏറെ ചിന്തപ്പെട്ട രക്തം പൗവത്തിൽ പിതാവിൻ്റെതായിരുന്നു. 2007 ജനുവരി 22 മെത്രാപ്പോലീത്തയുടെ ചുമതലകളിൽ നിന്നും വിരമിച്ചു. 2023 മാർച്ച് 18 അന്തരിച്ചു. നല്ല മരണത്തിന്റെ മധ്യസ്ഥനും പിതാവിന്റെ സ്വർഗീയ മധ്യസ്ഥനുമായ യൗസെ പിതാവിന്റെ മരണ തിരുനാളായിരുന്നു പിറ്റേന്ന്. സഭാ സംബന്ധമായ ചില നിലപാടുകളിൽ ഉറച്ചു നിന്നതിന് പലരും തന്നെ തെറ്റിദ്ധരിച്ചു എന്നും അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നും ഓർമ്മക്കുറിപ്പുകളിൽ പിതാവ് എഴുതി. ആരാധനാക്രമത്തിന്റെ ശരിയായ പാരമ്പര്യം സംരക്ഷിക്കണമെന്ന നിലപാടിനോട് കേരളത്തിൽ എതിർപ്പുണ്ടായി. നമ്മുടെ സഭയുടെ വ്യക്തിത്വം സംരക്ഷിക്കപ്പെടാൻ നമ്മുടെ ആരാധനാക്രമ പാരമ്പര്യം സംരക്ഷിക്കപ്പെടണമെന്ന നിലപാട് ഉറപ്പിച്ചു പറഞ്ഞതിന് സീറോ മലബാർ സഭയിൽ തന്നെ പലർക്കും നീരസത്തിന് കാരണമായി. ഇവിടെ ചിലർ ഏക റീത്തുവാദവും ഭാരതീയ പൂജയും രൂപപ്പെടുത്താനാണ് ശ്രമിച്ചത്. സഭകളുടെ വൈവിധ്യം സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടിൽ പലരും എതിർപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി. ആരാധനാക്രമം സഭയുടേത് ആകയാൽ അത് സഭയുടെ ഇംഗിതത്തിന് അനുസൃതം പരികർമ്മം ചെയ്യണമെന്ന നിഷ്കർഷയും പലരിലും അനിഷ്ടമുളവാക്കി. ആരാധനാക്രമ പുനരുദ്ധാരണത്തിൽ സീറോ മലബാർ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ
സഭയുടെ പ്രബോധനങ്ങളുടെയും ആധികാരിക നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഇക്കാര്യം തന്റെ രൂപതയിലും അതിരൂപതയിലും സമാന്തര രൂപതകളിലും കൃത്യമായി പഠിപ്പിക്കുവാനും വൈദികരെയും സഭാ നേതാക്കളെയും ബോധ്യപ്പെടുത്തുവാനും അദ്ദേഹത്തിനായി. സീറോ മലബാർ ഹൈറാർക്കി സിനഡ് പദവി ലഭിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് മെത്രാന്മാരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തോട് അദ്ദേഹം ശക്തമായ വിയോജനക്കുറിപ്പ് എഴുതി വത്തിക്കാന് സമർപ്പിച്ചു. ഇങ്ങനെ എഴുതിയ വിയോജനക്കുറിപ്പുകളാണ് ആരാധനാക്രമ ചൈതന്യത്തിന് കൂടുതൽ നിരക്കുന്നത് എന്ന് കണ്ട പൗരസ്ത്യ തിരുസംഘം വിയോജനക്കുറിപ്പ് തയ്യാറാക്കിയവരെ കുറിച്ച് കൂടുതൽ അറിവുള്ളവർ എന്നർത്ഥമുള്ള സാനിയോ പാരസ് എന്ന് പരാമർശിച്ചത് പിൽക്കാലത്ത് പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചു. പക്ഷേ എല്ലാം അവസാനം പരിണമിച്ചെത്തിയത് പൗവത്തിൽ പിതാവ് പ്രവചിച്ച ലക്ഷ്യത്തിലേക്കായിരുന്നു. 1994 CBCIയുടെ അധ്യക്ഷനായി പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലത്ത് ഇപ്പോഴുള്ളതുപോലെ അധ്യക്ഷ പദവി 3 റീത്തുകൾക്കായി ക്രമപ്പെടുത്തിയിട്ടില്ല. 1994 പൗരസ്ത്യ സഭകളിൽ നിന്നും ഒരാളെ പ്രസിഡന്റ് ആക്കണം എന്ന ആഗ്രഹം സീറോ മലബാർ സഭ പിതാക്കന്മാർക്കിടയിൽ തീക്ഷ്ണമായിരുന്നു. സമ്മേളനത്തിന് മുമ്പ് ഒരു ദിവസം ജോൺ വള്ളമറ്റത്തിലച്ചൻ പൗവത്തിൽ പിതാവിനെ വിളിച്ചു. പിതാവ് മത്സരിച്ചാൽ ജയിക്കില്ലെന്നും പകരം ഗ്രേഷ്ന മുണ്ടാടൻ പിതാവിനെ നിർദ്ദേശിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പൗവത്തിൽ പിതാവ് സമ്മതിച്ചു. വള്ളമറ്റത്തിലച്ചൻ വിവരം മറ്റു പിതാക്കന്മാരോടും പറഞ്ഞിരിക്കണം. ഗ്രേഷ്യൻ പിതാവിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. വോട്ടെടുപ്പ് നടന്നപ്പോൾ പക്ഷേ പൗവത്തിൽ പിതാവിനായി ഭൂരിപക്ഷം. തിരഞ്ഞെടുക്കപ്പെടാൻ പക്ഷേ 3-ൽ 2 വോട്ട് വേണം. അത് കിട്ടിയതുമില്ല. അതുകൊണ്ട് വോട്ടെടുപ്പ് 2ാം സെക്ഷനിലേക്ക് മാറ്റി. ഇടവേളയിൽ പൗവത്തിൽ പിതാവ് ബാത്റൂമിൽ പോയ കാര്യവും പിതാവ് അവിടെ ഉണ്ടെന്നറിയാതെ ലത്തീൻകാരനായ അഭിവന്യ ആരോഗ്യസ്വാമി പിതാവ് മറ്റൊരു പിതാവിനോട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണമെന്നുണ്ട്, ഇവരാണല്ലോ എതിർക്കുന്നത് എന്ന് സീറോ മലബാർ മെത്രാന്മാരെ ഉദ്ദേശിച്ചു പറഞ്ഞത് കേൾക്കുകയും ചെയ്തതായി ഓർമ്മക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നടന്ന വോട്ടെടുപ്പിൽ പൗവത്തിൽ പിതാവിന് 3-ൽ 2 ഭാഗം വോട്ട് കിട്ടി. അദ്ദേഹം പ്രസിഡന്റായി 3 വർഷം കഴിഞ്ഞപ്പോൾ 2ാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം മലങ്കര മേജർ സെമിനാരിയിലായിരുന്നു സമ്മേളനം. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ അക്കാലത്ത് ഭാരതത്തിൽ ഉണ്ടായിരുന്ന പൗരസ്ത്യ സഭകളുടെ തിരുസംഘം അധ്യക്ഷനെ വിളിച്ചതിൽ ലത്തീൻ മെത്രാന്മാർക്ക് ഇഷ്ടക്കേടുണ്ടായിരുന്നു. അന്തർശാലകളിലെ ചർച്ചകളിൽ അത് സംസാര വിഷയവും ആയിരുന്നു. എന്നിട്ടും പൗവത്തിൽ പിതാവിന് 2ാം ഊഴം ലഭിച്ചു. മലബാർ സഭയെ സ്നേഹിച്ചതുകൊണ്ട് മറ്റു സമൂഹങ്ങൾക്ക് അവർ ഒരിക്കലും എതിരായിരുന്നില്ല. മലബാർ സഭയുടെ ശക്തനായ വക്താവായ പൗവത്തിൽ പിതാവിനെ കുറിച്ച് ഇപ്പോഴത്തെ വിജയപുരം മെത്രാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേജിച്ചേരിൽ ഒരിക്കൽ പറഞ്ഞു, ലത്തീൻ ലിറ്റർജി സംബന്ധിച്ച് ചില സംശയങ്ങളുമായി വരാപ്പുഴ മെത്രാപ്പൊലീത്ത ആയിരുന്ന കൊർണേലിയൂസ് ഇലഞ്ഞിക്കൽ പിതാവിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചത് പൗവത്തിൽ പിതാവിനോട് ചോദിക്കരുതായിരുന്നു എന്നാണ്. പിന്നീട് പലപ്പോഴും താൻ അങ്ങനെ സമീപിക്കുകയും തനിക്ക് കൃത്യമായ ഉപദേശം ലഭിക്കുകയും ചെയ്തതായി തെക്കേതിശ്ശേരി പിതാവ് പറഞ്ഞിട്ടുണ്ട്. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.